എടാ ആ കുലവെട്ട്. കാർത്തിയാനി ഇത് 5ാമത്തെ ക്ലാസ്സാ. ഇഷ്ടം പോലെ കുടിച്ചോളൂ, പാല് ധാരാളമുണ്ട്. ആഹാ, ധാരാളം ഉണ്ടോ? ഒരു വശത്ത് ഭർത്താവിന്റെ വക, മറുവശത്ത് ഭാര്യയുടെ വക. അല്ലേ ഇങ്ങനെ ധൂർത്തടിച്ച് ഇത് എവിടെ പോയി നിൽക്കും? ചേട്ടത്തി, പശു പ്രസവിച്ചാൽ ഒരാഴ്ചത്തേക്ക് പാല് ജോലിക്കാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ പതിവാ. ആ പതിവൊക്കെ അങ്ങ് നിർത്തണം. എനിക്കും എന്റെ കൊച്ചുങ്ങൾക്കും അനുഭവിക്കാനുള്ള വക കണ്ടമാനം കളയാൻ പറ്റില്ല. പാല് കൊടുത്തല്ല പൽപ്പേരെ സമ്പാദിക്കേണ്ടത്. ചേച്ചി, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കല്യാണം കഴിച്ച പിറ്റേ ദിവസം ഇവിടെ നാട് കടത്തിയാനെ. അങ്ങനെയൊന്നും പറയില്ലേ ഗീതേ. എന്തായാലും അവരെന്റെ ചേട്ടത്തിയമ്മയാ. ഇങ്ങനെ ഒരു ചേട്ടത്തിയമ്മ ഇല്ലായിരിക്കും അങ്ങേ നല്ലത്. രാധാകൃഷ്ണ പണിക്കർക്ക് ഒരു സമൻസ് ഉണ്ട്. ചേട്ടന് നേരെ ആര് കേസ് കൊടുക്കാനാ? 30,000 രൂപ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്. അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഇല്ല. കണ്ടില്ലേ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന പണി? ഇക്കണക്കിന് പോയാൽ അച്ഛന്റെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. ഞങ്ങള് കാരണമല്ല നിന്റെ അച്ഛന്റെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാതായത്. നിന്റെ ഭർത്താവ് കാരണമാ. എന്റെ ഭർത്താവ് നാട് മുഴുക്ക നടന്ന് കടം വാങ്ങിക്കുന്ന ആളല്ല. എന്റെ ചേട്ടനും അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് ചേട്ടൻ അത് പഠിച്ചത്. കഴിവുള്ളവർ കടം മേടിക്കൂടി, സ്വത്ത് വിറ്റത് വീട്ടുകയും ചെയ്യും. എന്നിട്ട് എന്നെ തിരിച്ചു കൊടുക്കാഞ്ഞത്? എന്താ രാധിക ഇവിടെ? മുതലാളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കണ്ട, മുതലാളി തന്നെയാ. ഒന്നുമില്ലേ ഓസിന് പണ്ടാരച്ചെമ്പലച്ചോറെന്തെന്ന് ജീവിക്കല്ലോ. അപ്പൊ ഞാൻ പണ്ടാരച്ചെമ്പില് ചാപ്പാടടിച്ച് കഴിയുന്നാണോ താൻ പറഞ്ഞത്? കുത്തി കൊടലിയെ എടുത്ത് കളയും. കുത്തും കത്തി കാണിച്ച് പണ്ടങ്ങാനും വല്ല പിള്ളാരെയും വരട്ടി കാണും. കൊല്ലക്കടി സൂചി വിൽക്കാൻ വരാതെ. ഒന്ന് എടുത്തു കുറിപ്പേ, എന്തൊരു ശല്യമാണിത്. ഞങ്ങൾ ആർക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല. ആദ്യം ഭാര്യയെ നേരെ നിർത്താൻ പഠിക്കും. അവർ നേരെയാണ് നിൽക്കുന്നത്. കൂലി നിർത്തേണ്ടത് നിങ്ങളതാ. എല്ലാരും കൂടെ കരുതിക്കൊട്ടി നമ്മളെ അവമാനിക്കുക. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ. തെറ്റുപറ്റിയത് ഞങ്ങൾക്കാണ്. രാധികേ, കണ്ടില്ലേ അവളുടെ ഒരു ഭാവം? എന്റെ അച്ഛൻ കുറച്ച് രൂപ കടം വാങ്ങിച്ചു. എന്റെ ഭർത്താവ് അവന് ജാമ്യം നിന്നു. അവനെന്താ ഇത്ര വലിയ തെറ്റ്? വെറും 30,000 രൂപയ്ക്ക് വേണ്ടിയാ അവള് ഞങ്ങളുടെ തറവാടിനെ അവർ പറഞ്ഞത്. 30,000 രൂപയേ ഉള്ളോ? നിസാരം. ഇതിന് തറവാടിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. തന്തയ്ക്ക് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പണം കാണാൻ കിടക്കുന്ന തെണ്ടികളൊന്നുമല്ല, കണ്ണുപൂട്ടി കഴിയുന്നവരുമല്ല. കണ്ണുപൂട്ടി കഴിയുന്നത് അഭിമാനമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രാധിക നിർത്താനാണ് പറഞ്ഞത്. വാണിനും വാണിത്യം കൂടെ ഒത്തുകളിയാ തെണ്ടികള്. എന്റെ ഭർത്താവിനെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ചത് ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി ആവർത്തിച്ചാൽ ഞാൻ ചൂല് കെട്ടി. നിന്നോട് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്? പോകപ്പുറത്ത് പോകാൻ. അല്ലേ വാദിക്കാമോ ശിക്ഷ? ഇവിടെ വാദിയുമില്ല പ്രതിയുമില്ല. ഈ സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത്. പണം കൊടുത്താൽ അയാൾ കേസ് പിൻവലിച്ചോളും. എന്റെ സ്ഥലം വിറ്റ് ഞാൻ 30,000 രൂപ നയിക്കാം. കുഞ്ഞിന്റെ ഭ്രാന്തുണ്ടോ? കടം വീട്ടണമെന്നില്ല. ആ 30,000 രൂപ ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്റെ കൊട്ടയൊക്കെ ഭംഗിയാക്കി എടുക്കാം. അത് നിങ്ങൾ പഠിച്ച പാഠം. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് ഞാൻ പഠിച്ച പാഠം. അല്ലേ 30,000 രൂപ കടം വാങ്ങിച്ചെന്ന്? ആ രൂപ എവിടെ? 30,000 രൂപ എവിടെയെന്ന്? 3 ലക്ഷം രൂപ താനും കൂടെ തന്നു നോക്ക്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാനത് തീർത്തു തരാം. 30,000 രൂപ എനിക്കൊരു മണിക്കൂർ കരുതിക്കില്ല. അയ്യോ, സാർ ഏതാണ്ട് റിസർവ് ബാങ്കിൽ വന്ന് ജനിക്കേണ്ടവനായിരുന്നല്ലോ. വെറുതെ ഇവിടെ ഒന്ന് ജനിപ്പിച്ചു കളഞ്ഞല്ലോ. രാധികേ, നീ എന്നോട് ക്ഷമിക്കും. അവരോടുള്ള വിരോധം ഞാൻ നിന്നോട് തീർത്തു. ഏതായാലും സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത്. എന്റെ നിലം വിറ്റ് ഞാൻ പണം കൊടുക്കാൻ പോവുകയാണ്. അത് വേണ്ട, എന്റെ പണ്ടങ്ങളെല്ലാം പണയം വെക്കാം. പണം കിട്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ. വേണ്ട വേണ്ട, അമ്മാവൻ അറിഞ്ഞാൽ. അച്ഛൻ അറിയില്ല. എന്തായാലും നിലം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാളിങ്ങനെ കഴിയും? കൊച്ചുമോലാലിയുടെ ഭാര്യയാവുമെന്ന് എന്റെ ഒരു കഷ്ടകാലമേ. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് ഈ വീട്ടിലില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ പോയി കെട്ടി തൂങ്ങി ചാവണം. നട്ടലില്ലാത്ത പുരുഷന്മാർ അങ്ങനെയാ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഷ്ടകാലത്തിന് ആ രാധിക കയറി പ്രസവിക്കുകയും കൂടെ ചെയ്താണല്ലോ. പിന്നെ എന്റെ മരുമോൻ കൊട്ടയെ പോയി ടിക്കറ്റ് കയറിക്കൊണ്ടേച്ചാ മതി. കൊള്ളാം. ഒരു കൊച്ചുമോനും കൊണ്ടായ പിന്നെ പറയണ്ട. കിളവൻ ആ സ്വത്തെല്ലാം അതിന്റെ പേരിൽ എഴുതി വെക്കും. അല്ല, മറിച്ചും സംഭവിക്കാൻ പറഞ്ഞതൊന്നുമില്ല. ആദ്യം നീയാണ് പ്രസവിക്കുന്നെങ്കിൽ കാറ്റ് മാറി വീശാൻ മേലാന്നുമില്ല. ആ കാര്യം ഞാൻ ഓർമ്മയിരിക്കണം. ഇവൾക്കാണോ കുറുമ്പേ കല്യാണം? ഈ ഏത്തവാഴയും പെമ്പിള്ളരും വളരുന്ന ഒരുപോലെ ആയിട്ട് ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ വലിയ വരമ്പത്തൂടെ അവളിങ്ങനെ കൂമ്പാളെ കൊടുത്തുള്ളത്. എന്റെ മോള് ഗീതയും ഇവളും ഒരേ പ്രായമാണ്. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? ഇഷ്ടം പോലെ എന്ത് വന്നു വെച്ചാൽ കുഞ്ഞിന്റെ മനോധർമ്മം അനുസരിച്ച് കൊടുത്തിട്ടാണ് കണക്കിലാണ് എഴുതിയേക്കാം. കുറുമ്പേ, ഇതാ 500 രൂപയുണ്ട്. കൊണ്ടുപോയി മകളുടെ വിവാഹം ഭംഗിയായി നടത്തിയട്ടെ. കൊച്ചമ്പ്രാന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. പോയി മോളുടെ കല്യാണം നടത്തിയട്ടെ. പോയ കുറുപ്പേട്ട, ഇത് കണക്കിൽ എഴുതണ്ട. കണക്കിലെഴുതാൻ കുഴപ്പമുണ്ടാക്കത്തില്ലേ? അമ്മാവത് അറിയണ്ടെന്നേ.
കൊലയിപ്പെണ്ണിന്റെ കല്യാണത്തിന് സമ്മാനം 500 രൂപ. അതും കണക്കിലെഴുതാതെ. ഈ കണക്കിലെഴുതാതെ എന്തുമാത്രം രൂപ വിഴുങ്ങുന്നെന്ന് ആർക്കറിയാം? ചേട്ടത്തി എന്തേ ഈ പറയുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ആരുടെയും മുതലൊന്നും വേണ്ട. അയ്യോ, ആരുടെയും മുതല് വേണ്ടാത്ത ഹരിചന്ദ്രൻ 500 രൂപ കണക്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ടാണോ എന്നോട് തർക്കിക്കുന്നത്? എന്താ ഇവിടെ? അച്ഛാ, അദ്ദേഹം കണക്കിൽ എഴുതാതെ ഇവിടുത്തെ രൂപയെടുത്ത് കണ്ടമാനം ചെലവാക്കുന്നു എന്ന് ചേട്ടത്തി പറയുന്നു. കണ്ടതാ പറഞ്ഞത്. ഗോപി, എന്താ അമ്മാവ? ആർക്കാ രൂപ കൊടുത്തത്? കുറുമ്പയ്ക്ക്. എത്ര രൂപ കൊടുത്തു? 500 രൂപ കൊടുത്തു. കണക്കിൽ എഴുതിയോ? ഇല്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇവിടുത്തെ കാശെടുത്ത് ചെലവാക്കുന്നത് ഞാൻ പറഞ്ഞത് കുറ്റമായി പോയി. അയ്യോ കുഞ്ഞ്, അത് ഈ കുടുംബത്തിലെ കാശൊന്നുമല്ല. കുടുംബമൊക്കെ കല്യാണത്തിന് അദ്ദേഹം കാശ് കൊടുത്തത് സ്വന്തം കഴിയുന്ന. ഇവ കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കുന്നത് സ്വന്തം പേടത്തിൽ നിന്ന് തേങ്ങ വെട്ടി കിട്ടിക്കൊണ്ടിരുന്ന കാശിൽ നിന്നാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? മേലാൽ സത്യമറിയാതെ ഒരു അക്ഷരം സംസാരിച്ചു പോയത്. ഗോപി, എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ചെന്നുള്ള ശിക്ഷയാണോ ഇത്? മറ്റുള്ളവരുടെ നാവടയ്ക്കാൻ വേണ്ടി നീ വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട. മോളെ, നീ ഇവിടെ വാ. നീയാണ് ഗോപിയെ നിയന്ത്രിക്കേണ്ടത്. നിനക്കും കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ള വകയെടുത്ത് അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു. കടലിൽ കായം കലക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. എടാ കുറുപ്പേ, താൻ ഇങ്ങോട്ട് വരൂ. തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണം. വരൂ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും കേട്ടില്ല. എന്നാ കേക്കണ്ട, ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് തരാനുള്ളത് തന്നിട്ട് പോകും. പിന്നെ പാടത്താള് വെക്കൊണ്ട് എനിക്ക്